ഹായ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഇത് ഷോർട്സ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ലാവിഷായിട്ട് സംസാരിക്കാം അല്ലേ? ഈ ലോങ് വീഡിയോ ചെയ്യുന്നതും ലില്ലിയിൽ നിന്ന് തന്നെ കേട്ടോ. ഇപ്പോൾ പൂവിട്ട് നിൽക്കുന്നത് രാജകുമാരി ലില്ലി തന്നെയാണ്. അപ്പോൾ നമുക്ക് ലില്ലിയെ മുന്നോട്ട് നിർത്തണമല്ലോ. ഇതിൻ്റെ ഭംഗി കാരണം ഇത് രാജകുമാരി അല്ല എന്നാരും പറയൂല. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതിൻ്റെ എല്ലാ കളേഴ്സും എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ്. പിന്നെ നമ്മളൊരു Q&A പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളല്ല, ഞാൻ. കാരണം നിങ്ങൾ ചോദിക്കുന്ന ഓരോ ചോദ്യത്തിനും എനിക്ക് എഴുതിണ്ടാക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എൻ്റെ ടൈപ്പിംഗ് ബോർഡിൽ ചില്ലക്ഷരങ്ങൾ റെഡിയല്ല. അപ്പോൾ നമ്മൾ ലാ എഴുതുമ്പോൾ ലാനോട് കൊണ്ടുപോയി വെക്കണം, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇത് കാണുന്നവർ വിചാരിക്കും ഇതിന് തീരെ അക്ഷര വിദ്യാഭ്യാസം ഇല്ല എന്ന് വിചാരിക്കും. അത് വേണ്ടല്ലോ. അപ്പോൾ ഒരു Q&A നമുക്ക് ചെയ്യാമെന്നാണ് കരുതി. അപ്പം ഞാൻ ആരും ബോറടിപ്പിക്കുന്നില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കുക കേട്ടോ. ചോദ്യം വായിക്കുന്നതിന് മുമ്പേ എനിക്ക് പറയാനുള്ളതേ, ചോദ്യമായിട്ട് ഇട്ടത് മാത്രമേ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഞാനിത് പറയാൻ കാരണേ, ചിലർ സ്റ്റിക്കർ വിടും, ചിലർ ലൈക്ക്, ചിലർ സൂപ്പർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിടും. അപ്പോൾ അതൊന്നും ഇപ്പോൾ ചോദ്യമായിട്ടല്ലല്ലോ. പിന്നെ അവർക്ക് വിഷമം വരണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങനെ പറയുന്നത്. ഞാനിത് എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് 416ാമത്തെ സബ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 416 പേര് എനിക്ക് ഒരുപോലെയാണ്. ആദ്യത്തേത് ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാനൊരു കമൻറ്റ് വായിക്കാവേ. താങ്കളുടെ വീഡിയോസ് എല്ലാം കാണാറുണ്ട്, നല്ല രസമാണ്. ഹോഷോ, എനിക്ക് വയ്യ കേട്ടോ. ചെടികൾ എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടോ? മുന്തസ്ത എന്നെ പൊക്കി പറഞ്ഞതൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. എന്തായാലും മുന്തസ്ത ഭയങ്കര സന്തോഷം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഫുള്ള് കാണാറുണ്ടെന്ന് പറഞ്ഞു. അത് ശരി തന്നെ ആയിരിക്കും. കാരണം എല്ലാത്തിനും താങ്കളിങ്ങനെ കമൻ്റ് ഇടുന്നൊക്കെ ഞാൻ കാണാറുണ്ട്. അതിലേറെ എൻ്റെ വീഡിയോസൊക്കെ നല്ല രസമുണ്ടെന്ന്. എനിക്ക് വയ്യ. എനിക്ക് എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു കേട്ടോ. ഞാൻ തമാശ പറഞ്ഞതാട്ടോ. എന്തായാലും താങ്ക് യു മുന്തസ്ത. അടുത്തതും ചോദ്യമല്ല കേട്ടോ. ഒരുപാട് പേര് എൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് എനിക്ക് 400 സബ് അടിച്ച നേരത്തെ എന്നെക്കാളും മുന്നേ എനിക്ക് 400 അടിച്ചിക്കണമെന്ന് അറിഞ്ഞ കുറച്ച് ടീമാണ് കേട്ടോ. ഗ്രോ മലയാളി, അതേപോലെ ആലീസ് എന്നാണോ പ്രൊണൗൺസ് ചെയ്യുക, അതാ ലെറ്റർ ബേസിലാണോ പ്രൊണൗൺസ് ചെയ്യുക, എനിക്കറിഞ്ഞൂടാ. ഏതായാലും എനിക്ക് 100ാമത്തെ സബ് തന്ന ആളാണത്. ഈ ഗ്രോ മലയാളി വന്നിട്ട് അടിച്ചു മോനെ 400 അടിച്ചു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നിങ്ങൾ എൻ്റെ ചാനൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണല്ലോ 400 അടിച്ചതൊക്കെ നിങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഭയങ്കര സന്തോഷം. പക്ഷേ അടിച്ച ആൾ പോലും അറിഞ്ഞിട്ടില്ല അവർ 400 അടിച്ചെന്ന്. സിന്ധു ചേച്ചി, ഞാനാണോ 400 അടിച്ചതെന്ന് ചോദിച്ചിട്ടാണ് വന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ, എനിക്ക് പറ്റിയൊരു അബദ്ധമാണ് പറയുന്നത്. ഇവർ 3 പേരും ഒരാളാണ് എന്നാണ് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്നെ പറഞ്ഞാൽ മതി, എന്നെ മാത്രം പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങളുടെ പേര് ശരിക്കും വായിച്ചിട്ടില്ല. ഒന്നാമത് എടുത്ത കാഴ്ചക്ക് എനിക്ക് കുറച്ചൊരു പ്രോബ്ലം ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ എപ്പോഴും കമ്പ്യൂട്ടർ അതുപോലെ ബുക്കുകൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് കണ്ണട വെക്കണം, അതുകൊണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ 3 ആണെന്ന് എനിക്ക് മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ശ്രീലേഖ ചേച്ചി ഒരു കമൻറ്റ് ചെയ്ത്, ഞാൻ ഇപ്പോഴാണ് നിങ്ങളുടെ വീഡിയോസ് ശരിക്കും കാണുന്നത് പറഞ്ഞു. അപ്പം ഞാൻ കരുതി ഇവരെപ്പോഴും എൻ്റെ പൂക്കളെ പറ്റിയും ചെടികളെ പറ്റിയും സാഹിത്യപരമായിട്ടൊക്കെ എഴുതണം. എന്നിട്ട് എന്താ അങ്ങനെ പറയുന്നത്? എവിടെയോ എന്തൊക്കെയോ ഒരു കുഴപ്പമുണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഫുള്ള് ചെക്ക് ചെയ്ത് അപ്പോഴാണ് നിങ്ങൾ 3 പേരും 3 ആണെന്ന് എനിക്ക് മനസ്സിലായത്. ഷീല ചേച്ചി, ശ്രീലേഖ ചേച്ചി, ശ്രീലത ചേച്ചി. അപ്പോൾ 3 ചേച്ചിമാരായിരുന്നല്ലേ. എൻ്റെ ചാനലിലെ സബ് കൂടിയത് നിങ്ങൾ അറിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേനും ഈ കമൻസൊക്കെ അവിടെ വന്ന് കഴിഞ്ഞു. അപ്പോഴാണ് എൻ്റെ ചാനലിൽ ഇത്രയും സബ് ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെ ഞാൻ അറിയുന്നത് കേട്ടോ. പിന്നെ അടുത്തത്, ചേച്ചി രാവിലെ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കണേന്ന്. ഓക്കെ, ഞാൻ രാവിലെ തന്നെയാണ് അപ്ലോഡ് ചെയ്യൽ. പിന്നെ ചില ദിവസങ്ങളിൽ എനിക്ക് നേരം വൈകും, അതുകൊണ്ടാണ് ഈവനിങ്ങിൽ പിന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ജോബ് ഉണ്ട്. ആ ജോബ് കഴിഞ്ഞ് എത്തണം എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകും. അപ്പോൾ രാവിലെ നല്ല തിരക്കാണെന്ന് വെച്ചെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. എന്തായാലും രാവിലെ തന്നെ വീഡിയോ ഇടാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ. ഇനി കുറച്ചൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആവാമല്ലോ അല്ലേ? എപ്പോഴും സീരിയസ് ആയ രസമില്ലല്ലോ. നമ്മുടെ ഹബീബ VM, ഡെയിലി വീഡിയോസ് കാണുന്ന ഞങ്ങൾക്ക് കുറച്ച് കട്ടിങ്സ് ഒക്കെ തന്നൂടെ? ചേട്ടാ, എനിക്കുണ്ടല്ലോ ഒത്തിരി ചെടികൾ വേണം, അതുപോലെ കുറേ ക്യാഷ് വേണം, എന്നിട്ട് എല്ലാവരും സഹായിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ കയ്യിൽ ഈ പറഞ്ഞ സംഭവം രണ്ടും കുറവാണ്. ഇപ്പം ചെടികളായാലും ഞാൻ പറഞ്ഞല്ലോ ഒക്കെ ഒറ്റ തൈകളേ ഉള്ളൂ. പക്ഷെ നിങ്ങളാണെന്ന് വെച്ചെങ്കിൽ ഒരുപാട് പേരില്ലേ. അപ്പോൾ ഞാൻ ആർക്കാന്ന് വെച്ചിട്ടാണ് കൊടുക്കുക. ഇപ്പം ഞാൻ സ്റ്റാർട്ടിങ്ങിന് ഞാൻ പറഞ്ഞു 416 സബ്ബാണ്, ഇവരൊക്കെ എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ 416ലും കൂടിയിട്ടുണ്ട് സബ്ബ്. അപ്പോൾ അത്രയൊന്നും കമ്പെടുക്കാനില്ലല്ലോ അബിത, അതുകൊണ്ടാണ് കേട്ടോ. ഞങ്ങൾ തമാശ പറഞ്ഞാന്നുള്ളത് എനിക്കറിയാം കേട്ടോ. എന്നാലും ഞാൻ ഇതിലൊരു ക്വസ്റ്റ്യനാക്കി ഇട്ടുന്നേ ഉള്ളേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ മുന്തസ്തയാണേ. ഇനി ഒരു ദിവസം ആ കോഴികളെയും കൂടി കാണിക്കൂ. ഓക്കെ, ഞാൻ 2 പ്രാവശ്യം 2 വീഡിയോയിൽ ആ കോഴികളെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്നാലും ഒരു പ്രാവശ്യം കൂടി കാണിക്കാം കേട്ടോ.
ആ 2 പൂവൻ കോഴികളും ഇവിടുത്തെ അല്ല കേട്ടോ. പക്ഷെ അവരുടെ കാമുകി ഇവിടെ ആയതുകൊണ്ട് എപ്പോഴും ഇവിടെ തന്നെ. എന്നെ വെച്ചെങ്കിൽ ഒരു ഡയലോഗ് പറയാനോ അയക്കൂല. അവർ 2 പേരുണ്ട് അങ്ങനെ സൗണ്ട് ഉണ്ടാക്കൽ. പക്ഷേ ഒരു പൂവൻ കോഴിനെ ഞാൻ അതിനകത്ത് കാണിച്ചിട്ടുള്ളൂ. എന്തായാലും ഞാൻ 2 പേരെയും കാണിക്കേ. അടുത്തത് ചേച്ചി ഗാർഡൻ ടൂർ കാണിക്കുമോ എന്നാണ്. ഗാർഡൻ ടൂർ കാണിക്കണമെങ്കിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ സെറ്റാക്കി വെക്കാനുണ്ട്. ചട്ടികളൊക്കെ വാങ്ങിച്ച് അവിടെ അട്ടിയിട്ടു എന്നല്ലാണ്ട് അതിലൊന്നും ചെടി ഇറക്കി വെച്ചിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചട്ടികൾ അലങ്കാരത്തിന് കൊണ്ടുവന്ന് വെച്ച പോലെ ഉണ്ട് ഷോക്കേസ് വെക്കാൻ. അല്ല അപ്പം എന്താ അതിന് പറയുക, എനിക്ക് ടൈം കിട്ടിയിട്ടില്ല. ചട്ടിയിൽ ചെടിയൊക്കെ ഇറക്കി വെച്ച് മുറ്റത്ത് നീറ്റായി വെച്ചിട്ട് ഗാർഡൻ ടൂർ ചെയ്യുക എന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്യാം, ക്യാമറ തൊട്ടടുത്ത് പിടിച്ചിട്ട് മൊത്തമായിട്ട് ചെടികൾ കാണിക്കുന്ന ഒരു ഗാർഡൻ ടൂർ ചെയ്യാം. ഇത് ശരിക്കും വെക്കാണ്ട് പിന്നെ മൊത്തത്തിൽ കാണിക്കുന്ന ഒരു ഗാർഡൻ ടൂറൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനെയും ചെയ്യണമല്ലോ ഗാർഡൻ ടൂറിൽ. അപ്പോൾ ക്യാമറ വിട്ട് പിടിച്ചിട്ടൊന്നായിട്ട് കാണിക്കുമ്പോൾ അത് ശരിക്കും വെക്കാത്തതിനോടൊരു ബോറായിട്ട് തോന്നും. അപ്പോൾ പിന്നെ ഒരു കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ബോറടിക്കും. ചട്ടിയുടെ അടുത്ത് ക്യാമറ വെച്ചിട്ടുമാണെങ്കിൽ ഗാർഡൻ ടൂർ ഇപ്പോൾ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്തത് പുഷ്പ വി എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. പൂക്കളും ഈ സംസാരവും നല്ല രസമുണ്ടെന്ന്. താങ്ക് യു പുഷ്പേച്ചി, ഭയങ്കര സന്തോഷം കേട്ടോ. അടുത്തത് ഇവിടെ ചൂടുണ്ടോ എന്നാണ്. ഇപ്പോൾ ഇവിടെ വലിയ ചൂടൊന്നും ഇല്ല കേട്ടോ. നല്ല വെയിലാവുന്ന സമയത്ത് കുറച്ച് ചൂടുണ്ടാവും, അത് വെച്ച് സഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. പക്ഷേ ഇനി ചൂടിനൊക്കെ ആവുന്നതേ അല്ലേ ഉള്ളൂ. നിങ്ങളവിടെയൊക്കെ നല്ല ചൂടാണല്ലേ. നന്നായിട്ട് ചൂടുള്ള സമയമാകുമ്പോഴത്തേനും ചെടികളൊക്കെ നല്ല അത്യാവശ്യം തണലുള്ളിടത്തേക്ക് വെക്കണം എന്നാണ് കരുതുന്നത്. അടുത്ത ചോദ്യം, ചകിരി വെക്കുമ്പോൾ ചിതൽ വരുമോ? ഇത് നല്ലൊരു ചോദ്യം തന്നെയാണ് കേട്ടോ. ഞാൻ എല്ലാ ചട്ടിയിലും ഇതുപോലെ ചകിരി വെച്ചിട്ടുണ്ട്. ഞാൻ ചകിരി ഇട്ട് കൊടുക്കാൻ 2 ഉദ്ദേശമാണ് കേട്ടോ ഉള്ളത്. ഒന്ന്, വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പ് കിട്ടുമല്ലോ, കാരണം ചകിരിയിൽ നന്നായിട്ട് വെള്ളം പിടിച്ചെടുക്കും. അപ്പോൾ ഒരു ഉദ്ദേശം അതാണ്. പിന്നെ മേലെ വെക്കുന്ന ചകിരി എന്തിനാണെന്ന് വെച്ചാൽ അതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ കുറച്ച് മണ്ണൊക്കെ ഡ്രൈ ആയി കിടക്കുമല്ലോ, ഉണങ്ങുമ്പോൾ നല്ല വെയിലൊക്കെ വരുമ്പോൾ മണ്ണിങ്ങനെ സെറ്റായി കിടക്കും. അപ്പോൾ ഇളക്കി കൊടുക്കാൻ കുറച്ച് പ്രയാസകരം. അപ്പോൾ മേലെ പൊന്തി നിൽക്കുന്ന ചകിരി ഒന്നിട്ട് ഇളക്കി കൊടുക്കുമ്പോഴേ ഒരു ഭാഗം മണ്ണ് ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗം അങ്ങനെ മടാല വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ അങ്ങനെ മണ്ണ് ഇളക്കി കൊടുക്കാൻ നല്ല എളുപ്പമാവും. നമ്മൾ ചകിരിയൊന്നും വെക്കാണ്ട് മണ്ണ് പറ്റ സെറ്റായി കിടന്നാലേ കത്തി വെച്ചുകൊണ്ടൊക്കെ മണ്ണ് ഇളക്കുമ്പോഴേ ചട്ടി പൊട്ടിപ്പോവും. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ചകിരി വെക്കുന്നത്. ഈ ചട്ടിയിൽ ഈ ചകിരി വെച്ചിട്ട് കുറേ ആയിട്ടോ. അതിങ്ങനെ അതിൻ്റെ ഉറപ്പൊക്കെ പോയിട്ടുണ്ട്, പിന്നെ അത് അങ്ങനെ ചിതലടിച്ച് പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. ഇനി ആർക്കെങ്കിലും എൻ്റെ റിപ്ലൈയിലൂടെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാനൊക്കെ തമാശ ആയിട്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യല്ലേ. ഇപ്പം തന്നെ ഭയങ്കര ലെങ്തി വീഡിയോ ആയോ എന്നൊരു ഡൗട്ട് ഇല്ലായികയില്ല. അപ്പോൾ ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ കമൻറ്റ് ചെയ്താൽ മറക്കുകയേ ചെയ്യരുത്. അപ്പോൾ ബൈ.